ശ്രീ റോയ് ചാക്കോ ഇളമണ്ണൂർ എഴുതിയ നന്മയുടെ പയർമണികൾ എന്ന കഥാസമാഹാരത്തിലെ രക്ഷാകർത്താവ് എന്ന കഥയാണ് ഈ ലക്കത്തിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഈ ചെറുകഥാസമാഹാരം 2016 പ്രസിദ്ധീകരിച്ചത്. പ്രശസ്ത വാഗ്മിയും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഡോക്ടർ ബാബു പോൾ സാറിൻ്റെ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ എഴുത്തുകാരൻ ശ്രീ മുരളീധരൻ തഴക്കര ആദ്യ പ്രതി ഏറ്റുവാങ്ങി. രക്ഷാകർത്താവ്. ക്ലാസ്സിലിരിക്കുന്ന അവൾക്ക് ഇടയ്ക്കിടെ തലവേദന. സ്കൂൾ അധികൃതർ രക്ഷാകർത്താവിനെ വിവരമറിയിക്കും. ഉടനെ എത്തി കുട്ടിയെ കൊണ്ടുപോകും. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ 9ാം ക്ലാസ്സുകാരിക്ക് തലവേദന പതിവ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദന. ക്ലാസ് ടീച്ചർ നിർദ്ദേശിക്കും. അവൾ രക്ഷകർത്താവിനെ വിളിക്കും. അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം എത്തും. കുട്ടിയെ കൊണ്ടുപോകും. അവളുടെ സഹോദരി 10ാം ക്ലാസ്സുകാരിക്കും ഇടയ്ക്കിടെ ഇങ്ങനെ ചില അസുഖങ്ങൾ പതിവ്. അപ്പോഴും രക്ഷകർത്താവ് ഓടിയെത്തും. അവളെയും കൊണ്ടുപോകും. രക്ഷാകർത്താവിന്റെ ഉത്തരവാദിത്വ ബോധത്തിൽ അധ്യാപകർക്ക് സംതൃപ്തി. കുട്ടികളുടെ അസുഖം മാറി മാറി മുറ തെറ്റാതെ തുടരുന്നു. അധ്യാപകരിൽ ചിലർ ചിന്തിച്ചു, ഈ കുട്ടികളുടെ അമ്മ ഇത്രയൊക്കെ ആയിട്ടും ഒരിക്കൽ പോലും വന്നിട്ടില്ലല്ലോ. പിന്നീട് ഒരിക്കൽ അധ്യാപകർ അറിഞ്ഞു, കുട്ടികളുടെ അമ്മ ഇവരെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിയിട്ട് വർഷം 5 കഴിഞ്ഞിരിക്കുന്നു. രക്ഷാകർത്താവിന്റെ സ്കൂളിലേക്കുള്ള വരവ് കൂടി വന്നു. ആഴ്ചയിൽ 4 ദിവസത്തിലേറെ ആയപ്പോൾ കുട്ടികളുടെ ചികിത്സയെപ്പറ്റിയും അധ്യാപകർ ഉച്ചയൂണ് സമയത്ത് ചർച്ച നടത്തി. ചർച്ച കേട്ടിരുന്ന പുതിയൊരു അധ്യാപികയായ ശ്രീലേഖ ആ സത്യം അറിയിച്ചു. ആ വരുന്നയാൾ കുട്ടികളുടെ അച്ഛനല്ല. ശ്രീലേഖയ്ക്ക് എങ്ങനെ അറിയാം? ക്ലാസ് ടീച്ചർ ആരാഞ്ഞു. എൻ്റെ നാട്ടിലാണ് കുട്ടികളുടെ വീട്. അവർ വേറെ സ്കൂളിലായിരുന്നു. ഇവിടെ കൊണ്ട് ചേർത്തത് ഈ വർഷമല്ലേ. കുട്ടികളുടെ കൊച്ചച്ഛനോ അമ്മാവനോ മറ്റോ ആണോ? സീനിയർ അസിസ്റ്റന്റ് ചോദിച്ചു. അവരാരും അല്ല ടീച്ചറെ. പിന്നെ ആരാ? ഉണ്ടുകൊണ്ടിരുന്നവർക്ക് ജിജ്ഞാസയേറി. ഇവിടെ ഇടയ്ക്കിടെ വരുന്ന ആൾ കുട്ടികളുടെ അമ്മയുടെ രഹസ്യ കാമുകനായിരുന്നു. അവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ കുട്ടികളോടൊപ്പം ഒരു വാടക വീട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് അയാൾ അവരുടെ രഹസ്യ കാമുകനായത്. അയാളും കുട്ടികളുടെ അമ്മയും ഒരുമിച്ചാണോ താമസം? കല്യാണം കഴിച്ചോ? ജിജ്ഞാസ കൂടിയ ടീച്ചർ ഊണ് നിർത്തി ചോദ്യം ഉന്നയിച്ചു. കല്യാണം കഴിക്കാൻ ഈ കുട്ടികളുടെ അമ്മ നിന്നുകൊടുത്തിട്ട് വേണ്ടേ? അവർ മാസങ്ങൾക്കുള്ളിൽ മറ്റൊരുവന്റെ കൂടെ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏത് നാട്ടിലാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ പെൺകുട്ടികളെ പിന്നെ ആരാണ് നോക്കിയത്? അവരുടെ അച്ഛന്റെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. 2 നാൾ കടന്നുപോയി. വീണ്ടും 9ാം ക്ലാസ്സുകാരിക്ക് വയറുവേദന. അമ്മൂമ്മയുമായി വിഷയം സംസാരിക്കാൻ ക്ലാസ് ടീച്ചർ തീരുമാനിച്ചു. അമ്മൂമ്മ മരിച്ചിട്ട് 5-6 മാസമായി ടീച്ചറെ. ഇപ്പോൾ ഞങ്ങളെ നോക്കുന്നത് മാമനാണ്. അമ്മൂമ്മ മരിച്ചപ്പോൾ മാമൻ ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ഈ നാട്ടിൽ ഒരു വാടക വീട്ടിലാണ് താമസം. അധ്യാപകരുടെ അന്നത്തെ ഉച്ചയൂണിൽ ഈ വിഷയം കൂട്ടുകറിയായി. അരുചിയുള്ള ആ കറി അവരുടെ വിശപ്പ് ഇല്ലാതാക്കി. മാമനോടൊപ്പം കുട്ടികൾ എങ്ങനെ കഴിയുന്നു? പിറ്റേ ആഴ്ചയും ഒരു കുട്ടിക്ക് തലവേദന. വേദനയോ വേദന അഭിനയമോ? ക്ലാസ് ടീച്ചർക്ക് സംശയം. മറ്റു മാർഗമൊന്നുമില്ല. മാമനെ വിളിപ്പിച്ചു. കുട്ടിയെ കൊണ്ടുപോകാനായി പ്ലാൻ ചെയ്ത് നിന്നിരുന്ന പോലെ മാമൻ വിളി കേട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ബൈക്കിൽ അവിടെ എത്തി. ചില അധ്യാപികമാർ അയാളുടെ മുഖത്തു നിന്നും പ്രായം അളന്നെടുത്തു. വേണമെങ്കിൽ ആ കുട്ടികളുടെ അച്ഛനാകാൻ പ്രായമുണ്ടെന്ന് പറഞ്ഞു വെക്കാം. അത്ര തന്നെ. കഷ്ടിച്ച് 40നോടടുത്ത് വന്നേക്കാം. നിസ്സംഗതയുടെ പ്രതീകമായി ആ അധ്യാപികമാർ അർപ്പണ മനോഭാവത്തോടെ നോക്കി നിൽക്കെ മാമൻ അവളുമായി യാത്ര തിരിച്ചു. തലവേദന പോയി എന്ന ശരീരഭാഷയായിരുന്നു ബൈക്കിന്റെ പിൻസീറ്റിലിരിക്കുമ്പോൾ അവൾക്ക്. പാഞ്ഞു പോകുന്ന ബൈക്കിനെ നോക്കി ഹെഡ് മിസ്ട്രസ് രഹസ്യമായി പറഞ്ഞു, ആറും പാപമാണ് ചെയ്യുന്നതെന്നറിയാം. പോലീസിൽ അറിയിച്ചാൽ സ്കൂളിന് പേരുദോഷമാകും. പേരുദോഷം ഉണ്ടാക്കിയ നമ്മളെ മാനേജർ സ്ഥലം മാറ്റും. നിസ്സഹായതയുടെ ബലിയാടുകളായി അവരങ്ങനെ നിന്നു.
അവരിൽ ആ കുട്ടിയുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ആകാൻ വരെ പ്രായമുള്ളവർ ഉണ്ടായിരുന്നു. അവരിൽ ആത്മാർത്ഥതയേറെയുള്ള ചില അധ്യാപികമാർ അഭിപ്രായപ്പെട്ടു, ഈ കൊച്ചുങ്ങളെ വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു, നമുക്ക് ഈ തലവേദന ഒഴിഞ്ഞു കിട്ടിയേനെ. അടുത്ത പ്രാവശ്യം അയാൾ വരുമ്പോൾ ആ വിവരം പറയുവാൻ അവർ തീരുമാനിച്ചു. ഇവിടെ ഈ പണി പറ്റില്ല. TC വാങ്ങി കുട്ടികളെ വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുകൊള്ളണം. കടമ നിറവേറ്റിയ നിർവൃതിയിൽ ക്ലാസ് ടീച്ചർ ചിന്തിച്ചുറപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് അതിനെ പിന്താങ്ങി. ക്ലാസ് ടീച്ചറുടെ അവസരത്തിനൊത്തു ഉയർന്ന വിവേചനത്തെ സഹപ്രവർത്തകരും പിന്തുണച്ചു. അയാൾ ആ കുട്ടികളെ മറ്റൊരു സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ, കണ്ടു നിൽക്കേണ്ടി വരില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്ക്. തലവേദന ഒഴിഞ്ഞല്ലോ എന്ന ആശ്വാസം. അയാളുടെ ബൈക്കിന്റെ പിന്നിലിരുത്തി തലവേദനക്കാരിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ അധ്യാപകരിൽ ചിലരിൽ അയാൾ ഒരു ത്യാഗിയായി രൂപാന്തരം പ്രാപിച്ചു. ആരോരും ഇല്ലാത്ത പെൺകുട്ടികളുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത നല്ല മനുഷ്യൻ. പരിക്കേറ്റ കുഞ്ഞാടിനെ ശുശ്രൂഷിക്കാനായി എടുത്തുകൊണ്ടു പോകുന്ന നല്ല ഇടയനെ അയാളിൽ ചിലർ കണ്ടു. ഇടയന്റെ വേഷത്തിലെത്തിയ ചെന്നായ് ആട്ടിൻ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഒരു ചിത്രവും ചിലരിൽ തെളിഞ്ഞു വന്നു. അത് അവരുടെ അന്തരംഗങ്ങളിൽ ഒരു വെള്ളിടിയായി മുഴങ്ങി അഗ്നിയായി പടർന്നു. രക്ഷാകർത്താവ് എന്ന ചെറുകഥ ഇവിടെ പൂർത്തിയാകുന്നു.